സജിയ എടാ മീൻകാരന്റെ പൈസ കിട്ടുന്നില്ലല്ലോ. കുത്തിനെ പിടിച്ച് മോടിക്കോ ബോസ്. ഇതിങ്ങനെ പോയാൽ നടപടിയാകും തോന്നുന്നില്ല കേട്ടാ. ഈ ഒരു കാര്യം ചെയ്താ ഒരു ചവം എടുത്താ മൂട് പോയി എടുക്ക. സജ്ജിയ അന്നത്തെ എന്റെ പണിയാവുന്നു. എടാ ബിജുട്ടി, ഇന്നു മുതൽ ഈ പൾസ് ഫീൽഡിൽ ഞമ്മളുണ്ടാകും. നിന്നെ ഇവിടെ ഇട്ടിച്ച് കുത്തി പൊളന്നാലാടാ. സജ്ജിയ നീ ഓടിക്കോട്ടാ, ബാക്കി ഞാനേട്ടടാ. സജ്ജിടാ, ഈ ഭൂമി നീയാ പോണ്ടേ. എത്ര കാലാണ് എന്റെ വയ്യ ചവയർത്തിയാൻ നടക്കുക. ഈ ഫീൽഡിൽ ഞങ്ങൾ മതി, ഞാൻ മതി. എടാ സൂര്യ, ഓ രക്ഷപ്പെട്ടു. പിന്നീടാണ് അവരെ ചേർക്കണോ. വെള്ളം വെള്ളം വെള്ളം. മറ്റോട്ടല്ലേ വീട്ടില് വന്ന് കുഴപ്പമാക്കി കേട്ടല്ലേ. അയ്യോ അവര് വരും. മോളെ പറഞ്ഞേക്കല്ലേ, ഞാൻ അവിടെ ഉള്ള കാര്യം പറഞ്ഞേക്കല്ലേ. മോളെ ഇതുവഴി ചോര ഒലിപ്പിച്ച് ഓടുന്നില്ല. ഇതുവഴി പോകുന്നതല്ലേ. ഇതുവഴി പോയാ എടാ, ഇതുവഴി പോയിട്ടുണ്ട്. അവരൊക്കെ ആരായിട്ടാ? മോളെ അവരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നവരാ. മോളെന്തിനാ എന്നെ കാണിച്ചു കൊടുക്കായിരുന്നു. ഞാനന്ന് മോളുടെ വീട്ടിൽ വന്ന് വളരെ മോശമായിട്ട് പെരുമാറിയിട്ട് മോളെന്നെ കാണിച്ചു കൊടുത്തില്ല. ചേട്ടാ ഇടങ്ങാറാക്കല്ലടാ, നിന്റെ പൈസ ഞാൻ പലിശ അടക്കം ഞാൻ കൊണ്ടുത്തരും. എനിക്കറിയാലോ, ഒരു മാസമായി ഞാൻ പണിക്കൊന്നും പോകുന്നില്ല. അന്നേട്ടൻ വീട്ടിൽ വന്ന് പ്രശ്നമാക്കിയപ്പോ എനിക്ക് ചോദിക്കാൻ ഒരു ഏട്ടൻ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ ഏട്ടന്റെ സ്ഥാനത്ത് ഇപ്പൊ ഏട്ടനെ കാണുന്നത്. അതുകൊണ്ടാണ് കാണിച്ചു കൊടുക്കാതിരുന്നത്.